കഴിക്കേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി ഇവള് തരുന്നൊന്നും കഴിക്കരുതെന്ന്. ഒരു തവണ കിടന്നു പോയവളാ നീ. ഇനി അത് തന്നെ ആവർത്തിക്കണമെന്നാണോ ആഗ്രഹം? എന്തിനാ അമ്മ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? ദേവിക മോള് കൊടുക്കുന്ന ആഹാരം കഴിച്ചാ നിത്യമൊക്കെ എന്നാ സംഭവിക്കാനാ? സംഭവിച്ചതൊന്നും പോരെ. ഒരു കണക്കിനാ എന്റെ മോൾ ഇങ്ങനൊരു ദുരന്തത്തിൽ നിന്ന് കരകയറി വന്നത്. ഇനി ഇവളെ വീൽ ചെയറിൽ കാണാൻ എനിക്ക് താല്പര്യമില്ല. കൈവശം എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടല്ലോ അച്ഛാ, അതിനെ കുറിച്ചാ മുത്തശ്ശി പറഞ്ഞത്. കൈവശം നീ തന്നെ അത് പറയണം. കൈവശത്തെക്കാളും എത്രയോ വലിയ അപകടം ചില മനുഷ്യര്. മറ്റാരും മറന്നാലും ശരത്ത് ആ സത്യം മറന്നതിലാ എനിക്ക് സങ്കടം. നീ കൂടുതലൊന്നും പറയണ്ട. നിത്യയുടെ ജീവൻ നിനക്ക് വലുതല്ലായിരിക്കും, എന്നാ ഞങ്ങൾക്ക് അങ്ങനെ അല്ല. ഭക്ഷണത്തിൽ കൂടെ നീ ഇവൾക്ക് വല്ലതും കലക്കി കൊടുത്താ ആരറിയാനാ? പാവം എന്റെ മോള് ഒന്നും അറിയാതെ അത് കഴിക്കുകയും ചെയ്യും. എനിക്കാ തെറ്റ് പറ്റിയത്. ഇനി ഞാനിത് ആവർത്തിക്കാതിരുന്നോളാം. എങ്കിൽ നിനക്ക് കൊള്ളാം. മുമ്പിൽ വന്ന് ചിരിച്ചു കാണിക്കുന്നവരൊന്നും നല്ലവരല്ലെന്ന് എപ്പോഴാ മോളെ നീ ഇനി മനസ്സിലാക്കാൻ പോകുന്നേ? എനിക്കറിയില്ലെങ്കിലും ഞാൻ മറന്നുപോയാലും അതൊക്കെ ഓർമ്മിപ്പിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മ. അതാ എന്റെ ഭാഗ്യം. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി ഈ വീട്ടിലുള്ളവർക്ക്. അതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. മോളിതൊന്നും കേട്ട് വിഷമിക്കണ്ട. എല്ലാവർക്കും മോളെ മനസ്സിലാവുന്ന ഒരു ദിവസം വരും. വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛാ. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. സ്വന്തം കടമ ചെയ്യുമ്പോ അതിന് പ്രതിഫലം ആഗ്രഹിക്കുന്ന തന്നെ തെറ്റാ. ഞാനെന്റെ ജോലികൾ ചെയ്യുന്നു. അത് മറ്റുള്ളവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഞാനൊരിക്കലും ചിന്തിക്കാറില്ല. മോള് വാ. ഹോ, ഈ കൈവശം എന്ന് പറയുന്നത് സത്യ മുത്തശ്ശി. മുത്തശ്ശി അത് കണ്ടുപിടിച്ചല്ലോ, അതിലാ എനിക്ക് അത്ഭുതം. ഇക്കണ്ട ആയുസിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം കണ്ടിരിക്കുന്നു. അതൊന്നും പറഞ്ഞാ ഇവർക്കാർക്കും മനസ്സിലാവത്തില്ല. ഞാൻ വിളമ്പിത്തരാൻ നിനക്ക്, നീ അത് കഴിച്ചാ മതി. വിശപ്പ് പോയമ്മ, ഞാൻ പിന്നെ കഴിച്ചോളാം. പാർവതിയെ ഞാൻ നിത്യക്കുട്ടി ഇപ്പൊ വരാവേ.
ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് സുഖമല്ലേ മോനെ? ആ, ഒരു വിധത്തില് പരിക്കൊന്നും കൂടാതെ പോകുന്നു. അമ്മ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. അതാ ഞാനിപ്പോ വിളിച്ചത്. ക്യാഷാണോ? അല്ലാതെ വേറെന്ത് സഹായവാ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് വേണ്ടത്? എത്രയാ? 10 ലക്ഷം. 10 ലക്ഷോ? എവിടുന്നെടുത്ത് തരാനാ? എവിടുന്നെങ്കിലും തന്നേ പറ്റൂ. നിത്യക്കൊരാഗ്രഹം, നെക്ലേസ് വേണമെന്ന്. എല്ലാവരും മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് എന്നോട് ചോദിക്കുമ്പോൾ പറ്റുന്നില്ല. എങ്ങനെയാമ ഞാൻ പറയുന്നത്? ഞാനതങ്ങ് ഏറ്റു. ഇനി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവക്ക് എന്തിന്റെ കേടാ? അല്ലെങ്കിൽ തന്നെ ഒരു പുരുഷനോട് ഏതെങ്കിലും ഒരു പെൺകുട്ടി നെക്ലസ് ചോദിക്കോ? അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവളുടെ വീട്ടുകാരും. അമ്മ എന്ത് വർത്തമാനമായി പറയുന്നത്? കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരാളായിട്ടല്ലേ ഞാൻ ഇവരുടെ മുന്നിലൊക്കെ നിൽക്കുന്നത്. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന എനിക്ക് 10 ലക്ഷം രൂപയൊക്കെ ഒരു തുകയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമേ ഈ നെക്ലേസ്. എനിക്കത് വാങ്ങിക്കൊടുത്തേ പറ്റൂ. ഇന്ന് നെക്ലസ്, നാളെ അവള് വേറെ വല്ലതും ചോദിച്ചാലോ? ഒരു ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞാ നീ വാങ്ങിക്കൊടുക്കോ? എന്റെ പട്ടി വാങ്ങിക്കൊടുക്കും. ഇതുപോലൊരു കുരുക്ക് ചെന്ന് ഞാൻ തന്നെ തല വെച്ചു കൊടുക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ ആവശ്യത്തിന് പിന്നിൽ എന്തോ ഒരു സംഗതി ഒളിച്ചിരിപ്പുണ്ടെന്നാ. എന്ത് സംഗതി? അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. 10 100 കൊണ്ട് പൊങ്ങുന്നവനാണെന്ന് ഞാനെന്ന് അറിയാമല്ലോ. ഒരു നെക്ലേസിന് പകരം 100 നെക്ലേസ് ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തരും. അതിനുള്ള പണിയൊക്കെ എനിക്കറിയാമേ. എന്തായാലും ഇതിത്തിരി കടന്ന കൈയായി പോയി. 10 ലക്ഷം രൂപയെ ഹോ, കേട്ടിട്ട് എന്നെ തലകറക്കം വരുന്നു. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുമേ. ഇതിനമ്മ മുടക്കം പറയല്ലേ. 10 ലക്ഷം രൂപയുടെ നെക്ലസ് കൊടുത്താലേ ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും ഊഹിക്കാവല്ലോ. കാശ് എറിഞ്ഞാലമ്മേ കാശ് വാരാൻ പറ്റൂ. ഞാനേ വാരാൻ പോകുന്നതിന് അതിനമ്മ കനിഞ്ഞേ പറ്റൂ. നീ വെച്ചോ, ഞാൻ വിളിക്കാം. ആ